പശ്ചിമ കൊച്ചിയിലെ വേലിയേറ്റത്തിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി കെഎൽസിഎ കൊച്ചി രൂപത കായലിലെ എക്കൽ നീക്കം ചെയ്ത് ജനങ്ങളുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രതിഷേധ സംഗമത്തിന്റെ ഉദ്ഘാടനം കൊച്ചി രൂപത ചാൻസലർ റവറന്റ് ഡോക്ടർ ജോണി പുതുക്കാട്ട് നിർവഹിച്ചു. പശ്ചിമ കൊച്ചിയിൽ ശക്തമായ വേലിയേറ്റം മൂലം ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തിൽ ബന്ധപ്പെട്ടവർ അടിയന്തര ഇടപെടലുകൾ നടത്തി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് തോപ്പുംപടി BSNL ഓഫീസിന് മുൻപിൽ കെഎൽസിഎ കൊച്ചി രൂപത പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. വിഷയത്തിന്റെ ഗുരുതരാവസ്ഥ പരിഗണിച്ച് എത്രയും പെട്ടെന്ന് സർക്കാർ കായലിലെ എക്കൽ നീക്കം ചെയ്യാനും കരിങ്കൽ ചിറകൾ കെട്ടുവാനും സ്ലൂയിസുകൾ സ്ഥാപിക്കുവാനും യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടിയെടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കായലിലെ എക്കൽ നീക്കം ചെയ്തില്ലെങ്കിൽ ഉൾനാടൻ മത്സ്യബന്ധനത്തെയും കമ്പവല തൊഴിലാളികളെയും ഇത് സാരമായി ബാധിക്കുമെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. കെഎൽസിഎ കൊച്ചി രൂപത പ്രസിഡന്റ് പൈലി ആലുങ്കലിന്റെ അധ്യക്ഷതയിൽ കൊച്ചി രൂപത ചാൻസലർ റവറന്റ് ഡോക്ടർ ജോണി പുതുക്കാട്ട് ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ദുരിതത്തിന് വർഷങ്ങളാകുന്ന പഴക്കമാണ് ഇപ്പോൾ കാണുന്നത്. വേണ്ടപ്പെട്ട ഇടങ്ങളിലെല്ലാം പരാതി നൽകുകയും അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്തിട്ട് ശാശ്വതമായ ഒരു പരിഹാരം ഇതിന് ഇന്നുവരെയില്ല. വേമ്പനാട്ട് കായലിൽ 40% കയ്യേറുകയും 40% അതിന്റെ സ്ഥായി ഭാവം നഷ്ടപ്പെടുകയും ചെയ്തിട്ടും ലോകത്ത് എവിടത്തും കാണാത്ത രീതിയിലുള്ള അനിശ്ചിതാവസ്ഥയാണ് ഈ ജലാശയത്തോടും നമ്മുടെ കേരളക്കരയോടും വേണ്ടപ്പെട്ടവര് അധികാരമുള്ളവര് ചെയ്യേണ്ട കടമകൾ ചെയ്യാതെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. കായലിന് ആഴം കൂട്ടി പഴയ ആഴത്തിലേക്ക് അതിനെ കൊണ്ടുവരാനും സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. കെഎൽസിഎ കൊച്ചി രൂപത ഡയറക്ടർ റവറന്റ് ഫാദർ ആന്റണി കുഴുവേലിൽ ആമുഖ പ്രഭാഷണം നടത്തി. ഈ അസുര അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ തുടർച്ചയായിട്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. എന്നാല് ഒരു ദുരന്തം അതിന് ദുരന്തമൊക്കെ തീർന്നാല് പിന്നീട് ശല്യം ഉണ്ടാകില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പലപ്പോഴും ഭരണാധികാരികള് കണ്ണടച്ചു കളയുന്ന പ്രവണതയും വർഷങ്ങളായിട്ട് എക്കലുകൾ അടിഞ്ഞുകൂടി കായലുകളുടെ ആഴം കുറഞ്ഞു പോകുകയും വേലിയേറ്റ സമയത്ത് ഉണ്ടാകുന്ന അമിതമായ ജലപ്രവാഹം നിമിത്തം ഈ പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ ദുരിതത്തിലാവുകയാണ് ചെയ്യുന്നത്. യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാബു കാനക്കാപ്പള്ളി, ട്രഷറർ ജോബ് പുളിക്കൽ, ഹെൻസൺ പോത്തമ്പള്ളി, ഷാജു ആനന്ദശ്ശേരി, വിദ്യ ജോജി, സെബാസ്റ്റ്യൻ, ജോഷി മുരിക്കുംതറ, ലിനു തോമസ്, സൈമൺ ജോസഫ്, മെൽവിൻ എന്നിവർ സംസാരിച്ചു. ഇതിന് ശാശ്വത പരിഹാരം കാണുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം. അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് എത്രയും വേഗം തുടങ്ങുക. കായലിൽ നിന്ന് ഏക്കൽ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് സംരക്ഷണ ഭിത്തികൾ ഉറപ്പാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ ആവശ്യം. അതിനുവേണ്ടി MLAയും MPയും അടക്കമുള്ളവരുടെ ശ്രദ്ധ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കൊച്ചി. ഹക്കോ ലേക്ക് വ്യൂ, കല്ലഞ്ചേരി, കുമ്പളങ്ങി വിപുലമായ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. റെസ്റ്റോറന്റ് പ്രവർത്തന സമയം 4 PM to 10 PM. 400ഓളം പേർക്ക് ഇരിക്കുവാൻ സൗകര്യപ്രദമായ ഹാൾ, കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഒരുക്കിയിരിക്കുന്നു.